നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ആപ്പിളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. റൊസേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം മാലസ് പ്യൂമില എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ബദര, സേബ എന്നെല്ലാം പറയുന്നു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നൊരു പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. ശരീരത്തിനാവശ്യമായ അന്നജവും ധാതുമൂലകങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ആപ്പിൾ. രുചിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ആപ്പിൾ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു ഫലം കൂടിയാണ്. ഇത് പ്രധാനമായും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇത് കൃഷി ചെയ്തു വരുന്നു. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂറോപ്പിൽ ഇത് കൃഷി ചെയ്തിരുന്നതായി രേഖകളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ആപ്പിൾ തോട്ടം കൃഷി ചെയ്തത് 1887 സിംലയിലാണ്. ഇന്ത്യയിൽ പ്രധാനമായും ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, ബാംഗ്ലൂർ, ഊട്ടി തുടങ്ങിയ മേഖലകളിൽ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ അപൂർവമായി ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ മാത്രമേ ഇത് കണ്ടുവരുന്നുള്ളൂ. ഏതാണ്ട് 2000-ലധികം ഇനങ്ങളുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത്. ദീർഘാകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഗോളാകൃതിയിലാണ്. അത് പാകമാകുമ്പോൾ ചുവപ്പ് നിറമാകുന്നു. ഇതിൻ്റെ പൂക്കൾ ചുവപ്പ് കലർന്ന വെള്ള നിറമാണ്. ആപ്പിൾ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. പച്ച ആപ്പിൾ അന്നജം കൂടുതലാണ്. പാകമാകുമ്പോൾ അതിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാകുന്നു. ധാരാളം വൈറ്റമിനുകളും ധാതുലവണങ്ങളും കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ എല്ലാ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന പെപ്സിൻ എന്ന ഘടകം ഇതിനുള്ളതിനാൽ അഗ്നിമാന്ദ്യമുള്ളവർക്ക് ആപ്പിൾ നിത്യവും കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പ്രധാന ഔഷധയോഗ്യ ഭാഗം ഫലം തന്നെയാണ്. കൂടാതെ ഇതിൻ്റെ വേരും അസുഖത്തിനായി ഉപയോഗിക്കാറുണ്ട്. ഇത് ശരീരത്തെ തടിപ്പിക്കാനും ബുദ്ധി വർദ്ധിപ്പിക്കുവാനും കഴിവുള്ളൊരു ഔഷധമാണ് ആപ്പിൾ. ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് നിത്യവും ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. കറുത്ത മേനിയെ പൊന്നാക്കാനും പരുപരുത്ത ചർമ്മത്തെ മൃദുപ്പെടുത്താനും കഴിവുള്ള ഒരു മരുന്നാണ് ആപ്പിൾ. കരൾ രോഗങ്ങൾ, വായ്നാറ്റം, ദന്തക്ഷയം, വിട്ടുമാറാത്ത പനി തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം ഇത് ഉത്തമമായൊരു ഔഷധമാണ്. രക്തവാതമുള്ളവർക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ശക്തി ആപ്പിളിനുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ആപ്പിൾ എന്ന് പറയാഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം തോന്നും. കാരണം അത്രയും ആകർഷകമായ ഒരു ഫലമാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രോവർബുണ്ട്, ആൻ ആപ്പിൾ എവരിഡേ കീപ്സ് ദി ഡോക്ടർ എവേ എന്ന് പറയും. അതൊരു പ്രോവർബാണെങ്കിൽ അതിൽ വളരെ സത്യമുണ്ട്. കാരണം ഈ ആപ്പിൾ അത്രയധികം പോഷക സമൃദ്ധമാണ്. അതൊരു ശീതവീര്യമാണ്, വേനൽക്കാലത്തേക്കൊക്കെ പറ്റിയതാണ്. അതിൽ മൈക്രോ എലമെൻറ്റ്സ്, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇങ്ങനെ അത്യധികം മൈക്രോ എലമെൻറ്റ്സ് ഉള്ള ഒരു ഫലമാണ് ആപ്പിൾ. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും അധികം പ്രയോഗം ഈ ബ്രെയിനാണ്. അതായത് ബ്രെയിനിന് വേണ്ട എല്ലാവിധ പോഷകവും കൊടുക്കുന്ന ഒരു പഴമാണത്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിളിൻ്റെ ഉപയോഗം ഈ ബുദ്ധിപരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ ശാസ്ത്രജ്ഞന്മാർക്ക്, ബുദ്ധി കൂടുതൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ജോലിയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔഷധം, അതുപോലെ ഒരു പോഷകമായിട്ടുള്ളൊരു ഫലമാണ് ഈ ആപ്പിൾ. അതുകൊണ്ടാണ് മാത്രമല്ല ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ്, ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും, എനർജി ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് ഇത്രയും ഗുണമുള്ളത് കൊണ്ടാണ് ഈ ആപ്പിൾ എന്നും കഴിക്കാൻ പറ്റുന്നത്. മറ്റുള്ള ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഈ ആപ്പിൾ ദിവസേന ഒന്ന് കഴിച്ചാൽ മനുഷ്യന് ആവശ്യമുള്ള
പോഷകം എത്തിയെന്നർത്ഥം. പ്രത്യേകിച്ച് ഫിസിക്കൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക്, വെറുതെ ഇരുന്നിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, ബുദ്ധിപരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 1-2 ആപ്പിൾ ദിവസേന കഴിച്ചാൽ അത് തന്നെ നല്ല എനർജിയാണ്. പക്ഷേ ഈ ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ പുറന്തോടുകൂടി എല്ലാം കൂടി കഴിക്കണം. കാരണം അന്നലെ അതിൻ്റെ ചില നാരുകളുണ്ട്, അത് വയറ്റിന് നല്ലതാണ്, ശോധനയ്ക്ക് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ആപ്പിൾ കിട്ടുന്നത് ശ്രദ്ധിക്കണം. കാരണം ആപ്പിളിൻ്റെ കവറിങ്ങിൽ ഈ മെഴുകുണ്ട്. മാത്രമല്ല ആപ്പിളിൽ ഈ കീടനാശിനി അതുപോലെ ഈ കെമിക്കലൊക്കെ ഇട്ടിട്ടുള്ള ആപ്പിൾ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നേരെ വിപരീതമായ ബലമാവും. അത് കുറച്ച് ഏറ്റവും എളുപ്പം ചൂടുവെള്ളത്തിൽ തുണി മുക്കി തുടച്ചിട്ട് ആ മെഴുക് കളയാം, മെഴുകുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചിട്ട് ആ തോടോടുകൂടി ചുവന്ന പുറംതൊലിയോടുകൂടി കഴിച്ചാലേ ആപ്പിളിൻ്റെ ഗുണം കിട്ടും.